നമസ്കാരം. കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞ VS ശിവകുമാർ BJP-യിലേക്കെന്നുള്ള സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. BJP-യുടെ സംസ്ഥാന ഘടകവുമായി മുൻ മന്ത്രി കൂടിയായ VS ശിവകുമാർ ചർച്ച നടത്തി എന്നുള്ള വാർത്തകൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. 2011 മുതൽ 2021 വരെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നു VS ശിവകുമാർ. 2011 മുതൽ 2016 വരെ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ ഇദ്ദേഹം ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്നു. 2016 മുതൽ 2021 വരെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു അദ്ദേഹം. ആ തരത്തിൽ വലിയ സ്വാധീനം സെൻട്രൽ മണ്ഡലത്തിൽ ഉള്ള വ്യക്തിയായിരുന്നു VS ശിവകുമാർ. അതുകൊണ്ട് തന്നെ സെൻട്രൽ മണ്ഡലം അദ്ദേഹം കോൺഗ്രസിനോട് മത്സരിക്കുവാൻ വേണ്ടി ചോദിച്ചു. കോൺഗ്രസ് അത് കൊടുക്കുവാൻ തയ്യാറല്ല. കാരണം CMB-യുടെ CP ജോൺ അവിടെ മത്സരിക്കുവാൻ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ CP ജോണിന് ആ മണ്ഡലം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് VD സതീശൻ താല്പര്യപ്പെടുന്നത്. അതിനനുസരിച്ച് ശിവകുമാറിനെ അവിടെ നിന്ന് കോൺഗ്രസ് വെട്ടി. പിന്നീട് ശിവകുമാർ അവിടെ നിന്ന് അരുവിക്കര മണ്ഡലം ചോദിച്ചു എന്നും അരുവിക്കര മണ്ഡലം കൊടുക്കുവാൻ തയ്യാറായിട്ടില്ല എന്നും അതിനുശേഷം അദ്ദേഹത്തെ നെയ്യാറ്റിൻകരയിൽ എവിടെയെങ്കിലും കൊടുക്കാൻ വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. അതോടുകൂടി ഇദ്ദേഹത്തിന് മണ്ഡലങ്ങളൊന്നും ലഭ്യമാകില്ല എന്ന ഒരു കാര്യത്തിൽ അതൃപ്തി ഉണ്ടാവുകയും ആ അതൃപ്തിയെ തുടർന്ന് BJP-യിലേക്ക് ചേക്കേറുവാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ VS ശിവകുമാർ നടത്തുന്നത്. ആ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. 2004 അദ്ദേഹം തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തിപ്പെടുന്നത്. അതിനുശേഷം 2004-ലും 2005-ലും ഉള്ള ഉപതെരഞ്ഞെടുപ്പിലും അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. പിന്നെ തുടർച്ചയായിട്ട് അങ്ങനെ 2 പരാജയങ്ങൾക്ക് ശേഷം 2011-ലാണ് വീണ്ടും VS ശിവകുമാർ മത്സരിച്ച് VS ശിവകുമാർ തിരുവനന്തപുരത്തെ സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച നിയമസഭയിലേക്ക് എത്തിപ്പെടുന്നത്. അത്തരത്തിൽ വലിയ സ്വാധീനമൊക്കെയുള്ള നേതാവാണ്, കോൺഗ്രസിൻ്റെ വലിയ സ്വാധീനമുള്ള നേതാവാണ് VS ശിവകുമാർ. എന്നിരുന്നാൽ തന്നെയും ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ ഒരു പാർട്ടി ഗ്രൂപ്പ് പശ്ചാത്തലത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ കരുത്തൊന്നും VS ശിവകുമാറിന് ഇല്ല എന്നതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് VS ശിവകുമാറിനെ മണ്ഡലങ്ങളൊന്നും കൊടുക്കാതെ അങ്ങനെ റിസർവ് ലിസ്റ്റിൽ വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ കരുത്ത് ഇദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഇപ്പോൾ പുതിയ തലമുറയിലുള്ള നേതാക്കന്മാർക്ക് മറ്റു പല ആൾക്കാരെയുമാണ് താല്പര്യം. അവർ കൊണ്ടുവന്ന പല ആൾക്കാരും പല കേസുകൾ പിടിയിലാകുന്നുണ്ട്. അത്തരം കേസുകളിലൊന്നും VS ശിവകുമാർ ചെന്ന് പെട്ടിട്ടില്ല. എന്നിട്ടും അത്തരത്തിൽ വളരെ മാന്യമായിട്ട് കോൺഗ്രസ് സംഘടനാ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് വളരെ ട്രാക്ക് റെക്കോർഡുള്ള പെർഫോമൻസ് റെക്കോർഡുള്ള ഒരു മുൻ മന്ത്രി കൂടിയായ തനിക്ക് ഒരു സീറ്റ് പോലും തരുവാനായിട്ട് കോൺഗ്രസ് തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്നിട്ട് കാര്യമില്ല. BJP-യിലേക്ക് ചേക്കേറുവാൻ നരേന്ദ്രമോദിയുടെ ഒക്കെയുള്ള വ്യക്തിപ്രഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതോടൊപ്പം തന്നെ കേരളത്തിൽ BJP വേരൂന്നുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-യുടെ വളരെ വലിയ ഒരു വിജയം, ആ വിജയത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അടങ്ങുന്ന, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഏറ്റവും ശക്തമായ മേഖലകൾ അടങ്ങുന്ന സെൻട്രൽ മണ്ഡലം VS ശിവകുമാറിന് ലഭിച്ചാൽ തീർച്ചയായിട്ടും BJP-യുടെ അവിടുത്തെ സ്വാധീനവും കൂടെ വച്ചുകൊണ്ട് തന്നെ അവിടെ വിജയിക്കാൻ കഴിയും എന്നാണ് VS ശിവകുമാർ കണക്ക് കൂട്ടുന്നത്. BJP-ക്കും അത്തരത്തിൽ സെൻട്രൽ മണ്ഡലത്തിൽ കുറച്ചുകൂടി VS ശിവകുമാറിനെ പോലുള്ള സ്വാധീനമുള്ള ആൾക്കാർ BJP-യുടെ ഒരു ബേസ് വോട്ടിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ അവിടെ VS ശിവകുമാറിന് വിജയിക്കുവാൻ കഴിയും. അങ്ങനെ BJP-ക്ക് കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമത്തിനോടൊപ്പം സെൻട്രൽ മണ്ഡലവും BJP-ക്ക് പിടിച്ചെടുക്കാൻ കഴിയും എന്ന തരത്തിലാണ് VS ശിവകുമാറിനെ അവിടെ മത്സരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് BJP സന്നദ്ധമാകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇലക്ഷൻ മുന്നോട്ട് പോകവേ ഇത്തരത്തിലുള്ള പല നീക്കുപോക്കുകളും നടത്തേണ്ടി വരും. എന്തായാലും ഇത്തരത്തിലൊരു അടവ് നയത്തിലൂടെ BJP അവിടെ VS ശിവകുമാറുമായിട്ട് ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.